വർത്ത് വിന്നിംഗ് ഇല്ലേ? അത് പുറത്തു പോയിരിക്കാം, നാളെ തരാം. ഇതാ, ഞാൻ 3-4 ദിവസമായി അന്വേഷിക്കുന്നു. നാളെ എന്തായാലും തരാം. പ്രസാദ്, ആ വർത്ത് വിന്നിംഗ് ആരാ കൊണ്ടുപോയത്? എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട്, നീ രജിസ്റ്റർ നോക്കി. മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ ആരാണ്? എന്ത് വേണം? ഞാൻ വർത്ത് വിന്നിംഗ്. വർത്ത് വിന്നിംഗ്? വർത്ത് വിന്നിംഗ് കാസറ്റ് കുട്ടി ആവശ്യപ്പെട്ടിരുന്നില്ലേ പ്രസാദ് കളക്ഷൻസിലെ? ഓ, കാസറ്റ് കടയിലെ ജോലിക്കാരനാണല്ലേ? ആ വല്യമ്മച്ചി, ഇയാൾക്ക് കാസറ്റിന്റെ കാശ് കൊടുത്തു വിട്. ഞാൻ ജോലിക്കാരനല്ല കേട്ടോ, ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. 72495 റോസ്മേരി ഹിയർ. നീയായിരുന്നോ? നീ ഇന്നലെ വിളിക്കാതിരുന്നത്? തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ, കയ്യിൽ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. അതായത് ഹംസം ദമയന്തിയെ തേടിയെത്തുന്ന രംഗം വളരെ മനോഹരമായിട്ടാണ് ഉണ്ണായി വാര്യർ വർണ്ണിച്ചിരിക്കുന്നത്. ദമയന്തിയും കൂട്ടുകാരികളും സരോവര തീരത്ത് ലീലാവിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ലീലാവിനോദങ്ങളിൽ എന്താ ഇവിടെ? അല്ല, ഞാൻ രാമൂർത്തി സാറിന്റെ ഫ്രണ്ടാണ്, പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന. ഞാൻ ഇപ്പൊ വരാം. എന്താ സ്വാമി, ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാ മതി. എന്താ കാര്യം? എന്താ കാര്യം? സ്വാമി, പവിത്രം പറഞ്ഞ കക്ഷി അവൻ കാണിച്ചു തന്നു. രവി ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരാഴ്ചത്തെ അവധി എന്നോട് ചോദിച്ചിരിക്കുകയാണ്. ഇനി സ്വാമിയുടെ ആളാരെന്ന് പറ. അയ്യോ അയ്യോ, ഇതൊക്കെ ഈ സമയത്താണോ ഇതൊക്കെ? എന്താ സ്വാമി ഇത്? എത്രയോ നല്ല പെമ്പിള്ളേർ അവിടെ ഇരിക്കുന്നു, അതിലേതെങ്കിലും ഒന്നിനെ കാണിച്ചാ. എന്നാ കുട്ടികൾ വേണ്ട, ടീച്ചേഴ്സ് ആയാലും മതി. അയ്യോ മാത്യു, ഇനി ഇവിടെ ശരിയാവില്ല. വരൂ, ഞാൻ കാണിച്ചു തരാം. വരൂ. എന്നെ ഇങ്ങനെ നടത്തിക്കരുത്, എനിക്ക് ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഞാനിങ്ങനെ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ, ഇതിലൊരാളിനെ കാണിച്ചു കൊടുത്താലോ? ഇല്ലെങ്കിൽ വേണ്ട, പാവം കിട്ടും. എന്തോ ഇത്ര ആലോചിക്കുന്നത്? അല്ല, ഞാനിങ്ങനെ അതിനെ കുറിച്ച് നിൽക്കുന്ന തന്നെ കുട്ടി. അവള് വീണ് കഴിഞ്ഞു സ്വാമി. അവളുടെ റോഡിലോട്ട് നോക്കിയുള്ള നിൽപ്പ് കണ്ടാൽ അറിയാം ആള് പെശകാണ്. ഏതായാലും സ്വാമിയുടെ സെലക്ഷൻ കൊള്ളാം. പതിനൊന്ന് 12 13 14 15 16. അയ്യോ കടവുളെ, മുരുക മുരുക, കാപ്പാത്ത്. അമലു അമലു என்னாச்சு? இது வந்துட்டே தான். അമലു, உங்களுக்கு என்னாச்சு? கீழே பாருடி, கீழே பாரா. பார்த்தது போதும், எடுத்து சுத்த. ஐயே, உங்களுக்கு கொஞ்சம் கூட வெக்கமே கிடையாது. எடுத்து சுத்த வேண்டியதானே? அதுக்கு மேல சிரிப்பு. ஐயோ, அது எப்படி சுத்த முடியும்? நீ தானே சொன்ன 50 வாட்டி சுட்டணும். இப்ப 21 ஆச்சு, பேலன்ஸ் 30. சரி சரி, எனக்கு அடுப்படியில வேலை இருக்கு, நல்லா எக்ஸசைஸ் பண்ணுங்க. சரி சரி சரி, நீ போடி அവിടുന്ന്. ஐயோ, ஐயோ கடவுளே, என்னாச்சு? கடவுளுக்கல்லடி, எனக்கு ஆச்சது. இப்ப எவ்வளவு ஆச்சு? என்ன இப்ப எவ்வளவு ஆச்சு? உங்க அப்பா விட்டு கேளு. സൂര്യനാരായണ അയ്യർ, LIC ഏജന്റ്. 5 ലക്ഷத்துக்கு LIC நான் விட்டுட்டு வருவேன் பாரு. ஆஹா, அத்தா சாயங்காலம் சீக்கிரமா வந்துருங்க, எனக்கு அம்மாவை பார்க்க போகணும். நீ முதல்ல கேட் க்ளோஸ் பண்ணுங்க. நம்ம ஜாதி தவிர யாரு வந்தாலும் உள்ள கூப்பிட வேண்டாம்.
എല്ലാം തിരുട്ടി ജാതിക. അപ്പൊ ഞാൻ പോയി വരട്ടുമാ. ടാറ്റ ടാറ്റ ടാറ്റ. നീ ഉള്ളപ്പോ ടാറ്റും മാറ്റൊക്കെ വേണ്ട. പോ ഉള്ളപ്പോ മതി മതി പോ. എങ്ക പോച്ച്? എങ്ക പോയി തൊലക്കട്ടെ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ റോസ്മേരിയാണ്. റോസ്മേരി? ഏത് റോസ്മേരി? നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടത്? 72496. സോറി, റോങ് നമ്പർ. ചായ. ഹലോ ഹലോ, 72496 അല്ലേ? അല്ല, 495 ഡയൽ ചെയ്ത്. നിങ്ങൾക്ക് എന്താ വേണ്ടത് മിസ്റ്റർ? ആരാ മോളെ? കുറെ പ്രാവശ്യമായി ഒരുത്തൻ റോങ് നമ്പർ ആണെന്നും പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് കൊണ്ട. ആരുടെ നാറി നീ? നിന്റെ നാവറിക്ക് പോയടാ പട്ടി. അഹമ്മദ് കുട്ടിയോ? ഉണ്ടല്ലോ, കൊടുക്കാം. ദേ, നിനക്ക് ഫോൺ. പഠിച്ചൻ അമ്മായി ആയിരിക്കും, ബോംബെന്നാണ്. അമ്മായി അഹമ്മദ് കുട്ടി സ്പീക്കിംഗ്. അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേരെ കെട്ടിയോൻ. നിന്റെ അച്ഛന്റെ കെട്ടിയോള് പന്നി. ആരാ നീ? നിന്റെ അച്ഛന്റെ അച്ഛൻ. പോണ നായിന്റെ മോനെ. ഓടി നായിന്റെ മോളെ. പോണ മരമാക്രി. ഓടി മരപ്പട്ടി. ഛീ. ചായ കുടിച്ചോ? അമ്മായി എന്ത് പറഞ്ഞു? ഒന്നുമില്ല. ഇവനെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ട്. അരപ്പാളി, നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ. അയ്യോട് ചാക്കോ, നീയാണോ? എടാ, അതെ, ഏതോ ഒരു എരണം കെട്ടവൻ കുറെ നേരമായിട്ട് മേരിമോളെ വിളിച്ച് ശല്യം ചെയ്യുന്നു. ഞാൻ വിചാരിച്ച അവനാണെന്ന്. എന്നാലും ആൺകുട്ടിയായിട്ട് നീ ഒരുത്തനല്ലേ ഉള്ള എനിക്ക്. നീ അമ്മച്ചി മറന്നു കളഞ്ഞല്ലോടാ. നീ ജയിലിലായിരുന്നോ? 9 കൊല്ലയോ? എന്നാലേ 10ാമത്തെ എരപ്പാളി തന്നെ ആയിക്കോട്ടെ. ശരി ശരി, വെക്കട്ടാ. ആരാ വല്യമ്മച്ചി? എടി മോളെ, നാളെ ചാക്കോച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. 9 എണ്ണം നടത്തിയിട്ടാ വരുന്നത്. എന്തോന്ന്? കൊല. അത് വല്ല ആടിനെയോ മാടിനെയോ ആയിരിക്കും. അല്ല, നീ എവിടേക്കാ? കളക്ഷൻസിലേക്ക് കാസറ്റ് മാറ്റണം. നീ ഈ സിനിമയും കണ്ടു നടന്നു. അവസാനം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ നിന്റെ അപ്പനും അമ്മയും സിംഗപ്പൂരിൽ ഇരുന്നോണ്ട് എന്നെ വെടിവെച്ച് കൊല്ലും. മോളെ, നീ വരുമ്പളേ നല്ലൊരു കാളരെ തൊട വാങ്ങിച്ചു. നിന്റെ അപ്പച്ചൻ ചോദിച്ചിരിക്കാനേ വല്യമ്മച്ചിയെ തടിക്ക് വല്ല കോട്ടം പറ്റിയിട്ടുണ്ടോന്ന്. എന്റെ പുന്നാര വല്യമ്മച്ചി പേടിക്കണ്ട. വല്യമ്മച്ചിക്ക് കാളത്തോടെ തിന്നാലേ BP കൂടും. അയ്യോ, നല്ല 1ാം തരം അമൂൽ സ്പ്രേ വാങ്ങിത്തരാം. അയ്യോ, ഇങ്ങനെ ഒരു ഇറച്ചിയുള്ള കാര്യം ഇതുവരെ വല്യമ്മച്ചിക്ക് മനസ്സിലായില്ലല്ലോ മോളെ. മോളെ, നീ കാണാൻ കൊള്ളാവുന്ന പടം എടുത്തോണ്ട് വാ. ഇംഗ്ലീഷ് ആയാലേ ഈ വല്യമ്മച്ചിക്ക് മനസ്സിലാവുള്ളൂ. ആ, കൊണ്ടുവരും. പുറപ്പെട്ടു പോയാ വലിയ അപ്പച്ചൻ തിരിച്ചു വരുമ്പോ. എടി പെണ്ണെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതിയാന്റെ കാര്യം മിണ്ടി പോവരുതെന്ന്. വേറെ പെണ്ണ് കെട്ടിയെങ്കിലും ഇപ്പോഴും എന്നെ കുറിച്ചായിരിക്കും ഓർക്കുന്നത്. നാറിയാണെങ്കിലും നല്ലവനായിരുന്നേ. ഓ, അതിയാന്റെ കാര്യം ഓർത്തപ്പോ ഇവിടെ ഒരു നീറ്റല്. മോളെ, ലേശം കാളക്കറി കൂട്ടി ഇച്ചിരി പഴങ്കഞ്ഞി കുടിച്ചിട്ട് വരാം. എന്റെ ഈശോയെ, അതിയാന്റെ കാര്യം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ?